ദിവസം 5,000 രൂപ നിങ്ങൾക്ക് മാറ്റി വെക്കാൻ കഴിഞ്ഞാൽ ഒരു മാസം 1,50,000 രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ചെലവും കഴിഞ്ഞിട്ട് ഒരു ബിസിനസ്സിലെ എല്ലാ ചെലവും കഴിഞ്ഞിട്ട് 5,000 രൂപ നിങ്ങൾക്ക് ദിവസം മാറ്റി വെക്കാൻ കഴിഞ്ഞാൽ ഒരു മാസം 1,50,000 രൂപയായി. എന്താണ് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിരുന്നു ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എന്താണ് ആ ഒരു മാജിക്കൽ ബിസിനസ് എന്ന് നോക്കാം. So this is Iqbal Uzu. Welcome back to my new video. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ആ ഒരു മാജിക്കൽ ബിസിനസ് എന്താണെന്നല്ലേ നിങ്ങളിപ്പോ അതേ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. യെസ്, മാജിക്കൽ ബിസിനസ് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം നമ്മുടെ നാട്ടില് ഇഷ്ടംപോലെ ചായക്കടകൾ ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു അറബിക് കോഫിനെ കുറിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മളെ നാടൻ ചായനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ നാടൻ ചായക്കടനെ കുറിച്ചിട്ടാണ്. എങ്ങനെയാണ് ആ ഒരു നാടൻ ചായക്കട വിജയിപ്പിച്ചെടുക്കുന്നത്? നമുക്കറിയാം നമ്മുടെ നാട്ടിൽ എവിടെ തിരിഞ്ഞു നോക്കിയാലും ഇപ്പൊ വരുന്ന ഒരുപാട് ആളുകൾ ചായക്കടകൾ ഇങ്ങനെ അടിക്കടിക്ക് ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കണം. അത് പല രീതിയിൽ, പല ടെന്റ് കെട്ടിയിട്ട്, ഷെഡ് കെട്ടിയിട്ട്, റൂം എടുത്തിട്ട്, പല രീതിയിൽ പല കൗണ്ടർ ബേസിലൊക്കെ ചായക്കടകൾ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് അറിയാം, നമ്മൾ എത്ര ചായക്കട വന്നു കഴിഞ്ഞാലും ഒന്നോ രണ്ടോ ചായക്കടയിലായിരിക്കും ഒന്ന് കൂടുതൽ ഒരു ക്രൗഡ് ഫീൽ ചെയ്യാൻ. നമുക്ക് ബാക്കിയുള്ള കടകളിലൊക്കെ കച്ചവടം കാര്യങ്ങളൊക്കെ നടക്കുമെങ്കിലും പക്ഷെ ഒരു ചെറിയ ഒരു ലിമിറ്റഡ് കസ്റ്റമേഴ്സാണ് ആ ഒരു കടകളിലൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ചില കടകളിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ എന്താ പറയുക, ക്രൗഡ് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും. അപ്പൊ ഈ ഒരു വിഷയം നാം പറയുന്നതിന് മുന്നേ തന്നെ ഞാനൊരു സംഭവം നിങ്ങൾക്ക് ഒരൊറ്റ മിനിറ്റ് നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ തൃശ്ശൂര്, ഓക്കെ, തൃശ്ശൂർ ഇപ്പോൾ നമ്മൾ ഒരു ചായക്കട, ഒരുപാട് ചായക്കട നമുക്ക് തൃശ്ശൂർ കാണാൻ കഴിയും. മനസ്സിലായി? ഇപ്പൊ തൃശ്ശൂര് ഒരുപാട് ചായക്കടകൾ തൃശ്ശൂർ ഭാഗത്ത് കാണാൻ കഴിയുന്നുണ്ട്. ഒരുപാട് കോഫി ഷോപ്പ് ചായക്കടകൾ ഒരുപാടുണ്ട്. അപ്പൊ ഇതിലൊക്കെ നന്നായിട്ട് അറിയാം. നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് ഓഫീസ് കഴിഞ്ഞ് വരുന്ന ആളുകൾ, ജോലി കഴിഞ്ഞ് വരുന്ന ആളുകൾ, പല രീതിയിൽ ഇവരിങ്ങനെ ഭയങ്കര വൈകുന്നേരങ്ങളിലൊക്കെ നല്ല ക്രൗഡ് ഉണ്ടാവും. രാവിലെ ഒരു ബ്രേക്ക് ടൈമിലൊക്കെ നല്ല ചായക്ക് ക്രൗഡുള്ള ഒരു ചായക്കടകളാണ് ഇവിടെ ഒട്ടുമിക്ക കടകൾ. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു ചായക്കട എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ചായക്കട തുറന്നത് മുതൽ വൈകുന്നേരം അടയ്ക്കുന്നത് വരെ, ക്ലോസിംഗ് ടൈം വരെ നോൺ സ്റ്റോപ്പ് ആയിട്ട് കസ്റ്റമേഴ്സിന്റെ നോൺ സ്റ്റോപ്പ് എൻട്രികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തലവില്ലാതെ കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. ഫുൾ ടൈം കസ്റ്റമേഴ്സ്, ഒരു എന്താ പറയാ, ഫുൾ ടൈം നിറഞ്ഞു നിൽക്കുന്ന ഒരു ചായക്കട. പറയുമ്പോൾ ആ ചായക്കടയിൽ നമുക്ക് ഇരിക്കാനുള്ള ഫെസിലിറ്റീസ് ഇല്ല എന്നുള്ളത്. ഓക്കെ, നമുക്ക് ആകെ അവിടെ പുറത്ത് നിന്നിട്ട് ഒരു കൗണ്ടറിൽ നമുക്ക് പുറത്ത് നിന്ന് വാങ്ങി കുടിക്കുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ആ ചായക്കടയിൽ. ഒരു ഫുട്പാത്തിനോട് ഫേസ് ചെയ്തിട്ടാണ് ആ ചായക്കട നിൽക്കുന്നത് തന്നെ. പക്ഷെ തൃശ്ശൂര് അത്രക്കും ക്രൗഡ് ഉള്ള ഒരു ചായക്കട ഞാൻ വേറെ കണ്ടിട്ടില്ല എന്നുള്ളത് സത്യം. എന്താണ് അതിന്റെ ഗുഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പ്രധാനമായിട്ട് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നല്ല ബെസ്റ്റ് ചായ കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, കിഡിലൻ ചായ കിട്ടും. രണ്ടാമത്തത്, നല്ല ഫ്രഷ് കടികൾ കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം ലൈവ് കടികൾ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ തരം കടികളും നമ്മൾ സാധാരണ ചായക്കടകളിൽ നമുക്ക് കാണാൻ കഴിയുക എന്ന് പറഞ്ഞാൽ പഴംപൊരി, അതേപോലെ തന്നെ പരിപ്പുവട, ബോണ്ട, സുഗീരി, മറ്റു മറിച്ചൊക്കെ. പക്ഷെ ഇവിടെ നന്നായി കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ള കടികൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഗ്രീൻ പീസ് വറുത്തത്, അല്ലെങ്കിൽ കടലടത്, അല്ലെങ്കിൽ ബണ്ണ്, സാൻഡ്വിച്ച്, അങ്ങനെ കുറെ കടികൾ. ഇപ്പൊ ഈ പഴംപൊരി, പരിപ്പുവട എല്ലാം ഉണ്ട്, എല്ലാ കടികളും. പക്ഷെ ഒരു 10, 20, 30 കടികൾ ഉണ്ടാക്കി സെൽഫിൽ വെച്ചിട്ടുണ്ട്. ഒരു 5-6 പണിക്കാരുണ്ട്. പക്ഷെ ഫുൾ ടൈം ക്രൗഡ് ഉള്ള ഒരു ചായക്കട. ഓക്കെ, അപ്പോ നമ്മൾക്ക് ഒരു ചായക്കട നമ്മൾ തുടങ്ങണമെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ മുതൽ മുടക്കിൽ നമ്മൾക്ക് ചായക്കട സെറ്റ് ചെയ്യാൻ കഴിയും. പക്ഷെ ആളുകൾക്ക് പുറത്ത് നോക്കുമ്പോൾ ഒരു പക്ഷെ ചായക്കട എന്ന് പറയുന്ന സമയത്ത് ഒരു ചെറുപ്പം ഫീൽ ചെയ്യുമായിരിക്കും ചിലപ്പോൾ ചായക്കടനോട്. ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, ഇപ്പം ചെറിയ രീതിയിൽ ഒരു ഷോപ്പ് എന്തെങ്കിലും ബിസിനസ് ആഗ്രഹിക്കുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ എന്നാൽ ചായക്കട തുടങ്ങിക്കോ എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ ചായക്കടനോട് ഒരു ചെറുപ്പം, അല്ലെങ്കിൽ ഒരു ബാക്ക് അടിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ ചായക്കട ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സുകളിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട്, ഈവൻ എന്തിനു ഏർപ്പറയണം, നമ്മുടെ സ്കൂൾ കുട്ടികൾ വരെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പണ്ട് കാലത്ത് നമ്മളൊന്ന് സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊന്നും നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കടയിൽ പോയിരുന്നില്ല. പക്ഷെ ഇപ്പോ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ചെറിയ കുട്ടികൾ ഉൾപ്പെടെ ചായ കുടിക്കാൻ കടയിലേക്ക് വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത്രക്കും ചായ ഒരു ട്രെൻഡിങ് ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ
ഒരു ചായക്കട ഇടുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ ഉണ്ടാവും. കാരണം വളരെ ചെറിയ മുതൽ മുടക്കിൽ നിങ്ങൾ 50,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം അതിന് വേണ്ട എന്താണ്, നമുക്കത് 2-3 രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഒരു ഷെഡ് സെറ്റ് ചെയ്തിട്ട് ചെയ്യാം, അല്ലാതെ ചെറിയ ടെന്റ് അതിനായിട്ടുള്ള മേടിക്കാം, അല്ലെങ്കിൽ ചെറിയ റൂം എടുത്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു 80 സ്ക്വയർ ഫീറ്റ് മുതൽ 100-150 സ്ക്വയർ ഫീറ്റ് മതി. അത്ര ഏരിയ ഉണ്ടായെങ്കിൽ തന്നെ അടിപൊളിയായിട്ട് നടക്കും. പിന്നെ അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ ഉള്ളിലേക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് സിലിണ്ടർ വേണം, സ്റ്റൗ വേണം, ചായ വെക്കാൻ അതിൻ്റെ ആ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വേണം, പാലും വെള്ളം ചായ ഇതൊക്കെ സെറ്റ് ചെയ്യാനുള്ള പാത്രങ്ങൾ വേണം. വെള്ളം കിട്ടുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമായിരിക്കും. നമുക്ക് നല്ല രീതിയിൽ ഹൈജീനിക്കായിട്ട് വാഷ് ചെയ്ത് കൊടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് വെള്ളം കൊടുന്ന് സ്റ്റോർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവേണ്ടി വരും. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ നമുക്ക് കടികൾ വെക്കാനുള്ള ഷെൽഫ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾക്ക് സീറ്റിംഗ്, ഇപ്പൊ സിറ്റിംഗ് ഉണ്ടാവുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പൊ നമ്മൾ ഏതൊരാളും ചായ കുടിക്കണം, ഒന്ന് ഇരുന്ന് കുടിക്കാം, ഒന്ന് റിലാക്സ് ചെയ്ത് കുടിക്കാം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, പക്ഷെ എനിക്ക് തോന്നിയത്, ഞാൻ ഈ പറഞ്ഞൊരു കടയുടെ ഒരു സംഭവം വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നിയത്, അവിടെ ഒരാൾക്ക് സീറ്റിംഗ് ഇല്ല, അവിടെ ഇരിക്കാൻ പറ്റില്ല, എല്ലാവരും നിന്നിട്ടാണ് ചായ കുടിക്കുക, കൗണ്ടറിൽ നിന്ന് കുടിക്കുക എന്നുള്ളതാണ്. പക്ഷെ അത്ര തിരക്കുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ അത്രയും ടേസ്റ്റി ആയിട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത്രയും വൃത്തിയിൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. ഇത് രണ്ടുമാണ് ആളുകൾക്ക് ആവശ്യം. നല്ല വൃത്തി ഉണ്ടാവുക, നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നമ്മളെ നോർമലി ആളുകളെ സംബന്ധിച്ചിടത്തോളം വണ്ടി നിർത്താനൊരു സ്ഥലം വേണം. ചിലപ്പോൾ കാറിൽ വരുന്നവരായിരിക്കും, അല്ലെങ്കിൽ ബൈക്കിൽ വരുന്നവരാണെങ്കിൽ അവർക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം അപ്പുറത്തിപ്പുറത്ത് ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്നുള്ള കാര്യം സംശയമില്ല. നമുക്കറിയാം, ഒരു 10-300 ചായ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 10-250 ചായ, 10-250 കടി പോയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫണ്ട്, മനസ്സിലായ, അതിന്റെ അപ്പുറത്തേക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഒരു നോർമലി പറഞ്ഞതാണ്, നമ്മൾ ഒരു നോർമലി ഇതാക്കി പറഞ്ഞതാണ്. ഇപ്പൊ ഒരു ചായ അടിക്കാൻ നമ്മൾക്ക് സ്വയം ചായ അടിക്കാൻ അറിയുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടിക്കാം. ഇല്ല, നല്ലൊരു ചായക്കാരനെ നിർത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ നല്ലൊരു ചായക്കാരനെ നിർത്താം. കടികൾ നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി അല്ലെങ്കിൽ ലൈവ് ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. മനസ്സിലായി, നമ്മ കസ്റ്റമേഴ്സിൽ കാണുന്ന രീതിയിൽ നല്ല ഓയിലിൽ ആളുകൾക്ക് വ്യക്തമാവുന്ന രീതിയിൽ ഒരു ലൈവായിട്ട് കടികൾ പൊരിച്ചു കൊടുക്കും. ആളുകൾ കാണുന്ന സമയത്ത് അവർക്ക് കഴിക്കാനും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അപ്പോൾ നല്ല ലൈവ് കടികൾ ഉണ്ടാക്കാൻ കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അത് നിങ്ങൾക്ക് ഇപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കും, അല്ല കടി ഉണ്ടാക്കാനായിട്ട് ഒരാളെ നിർത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിർത്താം. അപ്പൊ ഇത് രണ്ടും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാം, നല്ല അടിപൊളിയായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ചായക്കടല്ലേ അതിന്റെ പുറത്ത് അതിലൊരു ചെറിയ കച്ചവടമായിട്ട് നമ്മൾ അതിനെ കരുതണം. അങ്ങനെ കരുതുന്നുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, നമുക്കങ്ങനെ ഫീൽ ചെയ്യേണ്ട കാര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്പർ 1 ഒരു സംഭവമാണ് ഈ ചായക്കട എന്നുള്ളത്. നമുക്ക് അതിൽ നമ്മുടേതായിട്ടുള്ള വെറൈറ്റി കടികൾ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ചിലപ്പോൾ നമ്മൾക്ക് മാത്രം അറിയുന്ന, നമ്മൾ മാത്രം വീട്ടിൽ കഴിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾക്ക് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കാൻ അറിയുന്ന കടികൾ, മനസ്സിലായില്ലേ, ആ കടികൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾക്ക് വ്യത്യസ്തമായിട്ട് കൊടുക്കാം, ടേസ്റ്റ് ആയിട്ട് കുറച്ച് ചായകളൊക്കെ കൊടുക്കാൻ പറ്റുന്നത് അങ്ങനെ കൊടുക്കാന്ന്. ചായ, കോഫി, അതേപോലെ തന്നെ കട്ടൻ ചായ, ലൈം ടീ, അല്ലെങ്കിൽ ജിഞ്ചർ ടീ, ഇങ്ങനെ പറഞ്ഞ് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് വേറെ വെറൈറ്റീസ് എന്തെങ്കിലും ചായകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൊടുക്കാൻ പറ്റും നമ്മൾക്ക്. ഇപ്പോൾ അല്ലെങ്കിൽ നല്ല ചായ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ സുന്ദരമായിട്ട് നമുക്കൊരു എന്താ പറയാ, എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നമുക്കൊരു 10,000-5,000 രൂപ വളരെ സിമ്പിൾ ആയിട്ട് മാറ്റി വെക്കാൻ പറ്റും. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ക്രൗഡുള്ള ഒരു ഏരിയ കണ്ടെത്തുക എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് എപ്പോഴും കാൽനടക്കാര്, അല്ലെങ്കിൽ കാൽനട യാത്രക്കാര്, അല്ലെങ്കിൽ ആളുകൾ എപ്പോഴും പാസ് ചെയ്യുന്ന ഒരു ഏരിയ ആയിരിക്കണം, അല്ലെങ്കിൽ നല്ല ക്രൗഡ് വരുന്ന ഒരു ഏരിയ ആയിരിക്കണം. അത് ഏത് ഏരിയ ആണെന്നുണ്ടെങ്കിലും കൂടുതൽ ആളുകൾ, ഫുൾ ടൈം ആളുകൾ ഉള്ള ഒരു ഏരിയ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട്. ആളുകൾ നമ്മൾ തെരഞ്ഞു വരും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ ഇവിടെ കൊണ്ടിട്ട് കാര്യമില്ല. നല്ല ക്രൗഡുള്ള ഏരിയയിലേക്ക് അത് സ്ഥാപിക്കാൻ കഴിയും എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു സൂപ്പർ ബിസിനസ് ആയിട്ട് ഇത് മാറ്റിയെടുക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സംഭവം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പുതിയതായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നും നിങ്ങൾ നോക്കി നോക്കൂ, ട്രൈ ചെയ്ത് നോക്കൂ, വളരെ ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.